നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മുക്കിലും മൂലയിലും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ATM ആണ് ഹിറ്റാച്ചി ATM. അപ്പോൾ ഈ ഹിറ്റാച്ചിയുടെ ATMൽ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാറുള്ള ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള UPI ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ആപ്പുകളിൽ നമ്മൾ ഏത് ബാങ്കാണോ ആഡ് ചെയ്തിരിക്കുന്നത് ആ ബാങ്കിലെ ക്യാഷ് ഈ ATMൻ്റെ സ്ക്രീനിൽ കാണുന്ന QR കോഡിനെ സ്കാൻ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അതായത് UPI വിഡ്രോവൽ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിന് ATM കാർഡൊന്നും നമുക്ക് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു UPI ആപ്പ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി. SBIയുടെ ATMൽ UPI വിഡ്രോവൽ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇതാ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിൽ അതിന്റെ തമ്പനെയിലും വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഹിറ്റാച്ചി ATMൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 2-3 കാര്യങ്ങൾ ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞേക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏത് ഹിറ്റാച്ചിയുടെ ATMൽ നിന്നാണോ ക്യാഷ് എടുക്കുന്നത് ആ മെഷീനിൽ ക്യാഷ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതായത് ആ മെഷീനിൽ ക്യാഷ് കഴിഞ്ഞ് ക്യാഷ് ഔട്ടായി കിടക്കുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ക്യാഷ് എടുക്കുന്ന ആ ATM മെഷീനിൽ 100ൻ്റെയും 200ൻ്റെയും കറൻസികൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ 100, 200 തുടങ്ങിയ കറൻസികൾ മിക്സ് ചെയ്ത് വരുന്ന പോലെയുള്ള സംഖ്യ നിങ്ങൾ ടൈപ്പ് ചെയ്ത് UPI വിഡ്രോവലിനായിട്ട് ശ്രമിക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ എന്തായാലും അതറിയാൻ നമുക്ക് സാധ്യത കുറവായതുകൊണ്ട് 500ൻ്റെ ഇരട്ടികളായിട്ടുള്ള സംഖ്യ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യുകയോ ചെയ്യുന്നതാണ് ഉചിതം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ UPI വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നത് വരെ കുറേ സമയമെടുത്ത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ കുറേ സമയമെടുത്ത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മെഷീനിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ മെഷീനിൽ ട്രാൻസാക്ഷൻ ടൈംഡ് ഔട്ട് നിന്ന് കാണിക്കാൻ സാധ്യതയുണ്ട്. അതായത് കുറേ സമയം നമ്മൾ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ സമയപരിധി കഴിഞ്ഞു എന്ന് കാണിക്കും. അങ്ങനെയും നമുക്ക് മെഷീനിൽ നിന്ന് ക്യാഷ് ലഭിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ UPI ആപ്പുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് നിങ്ങൾ എടുക്കുന്ന ആ ATM മെഷീനിലേക്ക് ട്രാൻസ്ഫർ ആവുകയും നിങ്ങൾക്ക് ആ മെഷീനിൽ നിന്ന് ലഭിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ആ മെഷീനിൽ ക്യാഷ് ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുക എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾ ക്യാഷ് എടുക്കാൻ ATMൽ കയറുന്നതിന് മുമ്പ് ആരെങ്കിലും ATMൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ ATM കാർഡ് ഉപയോഗിച്ചോ UPI ആപ്പ് ഉപയോഗിച്ചോ ക്യാഷ് എടുക്കുമ്പോൾ അവർക്ക് ക്യാഷ് ലഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ക്യാഷ് ഉണ്ടെന്ന് ഉറപ്പിക്കാമല്ലോ. അതേപോലെ അവരെടുത്തിരിക്കുന്ന ക്യാഷിൽ 100ൻ്റെയും 200ൻ്റെയും കറൻസികൾ ഉണ്ട് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തായാലും ആ മെഷീനിൽ 100, 200, 500 തുടങ്ങിയ എല്ലാ കറൻസികളും തന്നെ ഉണ്ടെന്നും നമുക്ക് ഉറപ്പിക്കാം. എന്നാൽ ശരി, ഹിറ്റാച്ചി ATMൽ നമുക്ക് എങ്ങനെ UPI വിഡ്രോവൽ ചെയ്യാമെന്ന് നോക്കാം. ഈ വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക കേട്ടോ. കാരണം ഞാൻ 2 വിധത്തിൽ UPI വിഡ്രോവൽ ചെയ്യുന്നതിനെ കുറിച്ച് ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. അതേപോലെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തവരെയല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ UPI വിഡ്രോവലിനായിട്ട് നമുക്ക് നേരെ ഹിറ്റാച്ചിയുടെ ATMലേക്ക് പോകാം. ഞാനിപ്പോൾ ഹിറ്റാച്ചിയുടെ ഒരു ATMൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഹിറ്റാച്ചി ATMനെ കുറിച്ച് ഒട്ടും അറിയാത്തവർക്കായിട്ട് ചില കാര്യങ്ങൾ ആദ്യമേ പറയാം. ഇതാണ് സ്ക്രീൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇതിൻ്റെ നേരെ താഴെയായി കാണുന്ന ഈ ഭാഗത്തിലൂടെയാണ് മെഷീനിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് വരിക. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇനി അടുത്തതായിട്ട് മെഷീനിൻ്റെ ഈ ഭാഗത്തായിട്ട് കാണുന്നതാണ് ഇതിൻ്റെ കീപാഡ്. അപ്പോൾ ഇതിലാണ് നമ്മൾ എത്ര രൂപയാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഭാഗത്തു കൂടെയാണ് നമ്മൾ ചെയ്യുന്ന ആ ട്രാൻസാക്ഷൻ്റെ റെസിപ്റ്റ് പുറത്തേക്ക് വരിക. അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ ആദ്യം 5000 രൂപ എടുത്ത് കാണിക്കാം. അതിനുശേഷം വേറൊരു UPI ആപ്പിൽ ഞാൻ SBIയുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SBIയുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു UPI ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചേഞ്ച് നോട്ട് എടുക്കുന്നത് എങ്ങനെയെന്നും കാണിക്കാം. അപ്പോൾ നമ്മൾ ഹിറ്റാച്ചിയുടെ ATMൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഹോം സ്ക്രീൻ കാണുക. അപ്പോൾ ഹോം സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് UPI ക്യാഷ് വിഡ്രോവൽ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. ഈ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിന് നമ്മൾ ATM കാർഡ് ഒന്നും മെഷീനിൽ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ആ ഓപ്ഷനിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്വീപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഒന്ന് തോണ്ടി കൊടുക്കുക. അല്ലെങ്കിൽ ടച്ച് ചെയ്താലും മതി, അടുത്ത സ്ക്രീൻ വരുന്നതാണ്.
അങ്ങനെ ആ ഓപ്ഷൻ ഞാൻ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ സ്ക്രീനിൽ കുറേ സംഖ്യകൾ കാണിക്കുന്നുണ്ട്. 100, 200, 500, 1000, 2000, 4000, 5000. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സംഖ്യയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ സംഖ്യയുടെ ആ ഓപ്ഷനിൽ നമ്മൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഒന്ന് തോണ്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 5000 രൂപയാണ് ഞാൻ എടുത്തു കാണിക്കാൻ പോകുന്നത് ഫോൺ പേ ആപ്പിലൂടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് 5000 എന്ന ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിൽ ഞാൻ സ്വൈപ്പ് ചെയ്യുന്നു. അങ്ങനെ അത് ഞാൻ പ്രസ് ചെയ്തത് തന്നെ ഇപ്പോൾ അടുത്ത സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു QR കോഡ് കാണുന്നുണ്ടല്ലോ. ഈ QR കോഡാണ് നമ്മൾ സാധാരണ കടകളിലൊക്കെ QR കോഡ് നമ്മുടെ UPI ആപ്പുകളിൽ സ്കാൻ ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമല്ലോ, അതേപോലെ തന്നെ നിങ്ങൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ അങ്ങനെ ഏത് ആപ്പാണോ ഉപയോഗിക്കുന്നത് അത് ഓപ്പൺ ചെയ്തിട്ട് QR കോഡിൻ്റെ ആ ബ്രാക്കറ്റ് നിങ്ങളുടെ ആ UPI ആപ്പിൻ്റെ ഹോം സ്ക്രീനിൽ കാണുന്നതിൽ പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ QR കോഡിനെ നമ്മൾ സ്കാൻ ചെയ്യണം. അപ്പം ഞാൻ 5000 രൂപയാണല്ലോ സെലക്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ മെഷീൻ ഇപ്പോൾ 5000 രൂപ എനിക്ക് ലഭിക്കാനുള്ള ഒരു QR കോഡിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാനത് സ്കാൻ ചെയ്യുകയാണ്. അങ്ങനെ ആ QR കോഡ് സ്കാൻ ചെയ്തതും തന്നെ എൻ്റെ ഫോൺ പേ ആപ്പിൽ ഇവിടെ 5000 എന്ന് മുകളിൽ കാണിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? 5000 രൂപയ്ക്കുള്ള QR കോഡാണ് ഇവിടെ വന്നത്. അത് ഞാൻ സ്കാൻ ചെയ്തുകൊണ്ട് ഞാനിവിടെ പ്രത്യേകിച്ച് എത്ര രൂപയാണെന്ന് എൻ്റെ ഫോൺ പേ ആപ്പിൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ കടകളിലൊക്കെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് അയക്കേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ, അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇനി ഏറ്റവും താഴെയായിട്ട് എൻ്റെ ഫോണിൽ പ്രൊസീഡ് ടു പേ എന്ന് കാണുന്നുണ്ടല്ലോ, ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്തതും വീണ്ടും താഴെ 5000 എന്ന് കാണിക്കുന്നു. അതിൻ്റെയും താഴെ വിഡ്രോ 5000 എന്ന് ആ നീല കളറിലുള്ള ബട്ടണിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതിലും നമ്മൾ സാധാരണ പ്രസ് ചെയ്യുന്ന പോലെ തന്നെ പ്രസ് ചെയ്യുക. ഇപ്പോൾ അടുത്തതായിട്ട് UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫോൺ പേ ആപ്പിൻ്റെ UPI പിന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. സെക്യൂരിറ്റി ഇഷ്യൂ കാരണം ഞാനിത് ടൈപ്പ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ ഫോൺ പേ ആപ്പിന് 6 അക്കങ്ങളാണല്ലോ UPI പിന്നായിട്ട് വരിക. അപ്പോൾ ഞാനതിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ആ താഴെയായി കാണുന്ന റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനതിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിലും പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ പേ ആപ്പുമായി ഞാൻ ബന്ധിപ്പിച്ചിരിക്കുന്ന കാനറ ബാങ്കിൻ്റെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ 5000 രൂപ ഈ ഒരു ATM മെഷീനിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. ഇപ്പോൾ അത് സക്സസ്ഫുള്ളായി. അങ്ങനെ ക്യാഷ് ഈ മെഷീനിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. അങ്ങനെ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് UPI പിന്നൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് ഇവിടെ സ്ക്രീനിൽ ഇതുപോലെ 2 ഓപ്ഷനുകൾ റൈറ്റ് സൈഡിലായിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇതുപോലെ ക്യാഷ് മെഷീനിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ക്യാൻസൽ എന്ന ബട്ടൺ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ആകും. അപ്പോൾ ചില സമയങ്ങളിൽ ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറാത്ത പ്രശ്നമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാഷ് മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പ്രൊസീഡ് ഫോർ ക്യാഷ് എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ക്യാൻസൽ ഒന്നും ചെയ്യേണ്ട, അതുകൊണ്ട് ഞാൻ പ്രൊസീഡ് ഫോർ ക്യാഷ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. ഇനി ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം മെഷീൻ ആ 5000 രൂപയെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ക്യാഷ് മൗത്ത് ഇതുപോലെ ഓപ്പൺ ആകുന്നതാണ്. ഇപ്പം അതിൽ ആ 5000 രൂപ കാണുന്നുണ്ട്. അതിനി എനിക്ക് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ക്യാഷ് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ക്യാഷ് മൗത്ത് അടയും. എന്നിട്ട് മെഷീനിൻ്റെ റൈറ്റ് സൈഡിൽ റെസിപ്റ്റ് വരുന്ന ഈ ഭാഗത്ത് കൂടെ നമ്മുടെ ആ ട്രാൻസാക്ഷൻ്റെ റെസിപ്റ്റ് ഇതുപോലെ പുറത്തു വരുന്നതാണ്. അതും നമുക്കിതുപോലെ സ്വീകരിക്കാം. ഇപ്പോൾ ഇവിടെ വീണ്ടും ഹോം സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫോണിലുള്ള ഗൂഗിൾ പേ ആപ്പിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന SBI അക്കൗണ്ടിൽ നിന്ന് ചേഞ്ച് നോട്ട് എങ്ങനെ എടുക്കാമെന്ന് കാണിക്കാം. അതിനായി വീണ്ടും ഞാൻ ആ UPI ക്യാഷ് വിഡ്രോവൽ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സംഖ്യകളുടെ സ്ക്രീന് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 100, 200 തുടങ്ങിയ 2 ഓപ്ഷനുകൾ മാത്രമേ ചേഞ്ച് കറൻസികളുടേതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ 500ൻ്റെ ഗുണിതങ്ങളാണ് ഉള്ളത്. 500, 1000, 2000, 4000, 5000 അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരു സംഖ്യയാണ് വേണ്ടതെന്ന് ഇരിക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് ഒരു 4700 രൂപയാണ് വേണ്ടതെന്ന് ഇരിക്കട്ടെ. അങ്ങനെ ഒരു സംഖ്യ ഇവിടെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് അതർ എമൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്ക്രീനിൽ പ്ലീസ് എൻ്റർ എമൗണ്ട് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 100 ആൻഡ് നോട്ട് മോർ ദാൻ
1000 എന്ന് കാണിച്ചിരിക്കുന്നു. പക്ഷെ അത് തെറ്റാണ് കേട്ടോ. നേരത്തെ 10,000 രൂപ വരെ നമുക്ക് ഇതുപോലെ വിഡ്രോ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, 5,000 രൂപയായിട്ട് അതിൻ്റെ പരിധി കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് 5,000 രൂപയ്ക്കുള്ളിൽ വരുന്ന ഒരു സംഖ്യയെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാനിവിടെ 4700 ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കീപാഡിൽ ഇതേപോലെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. 470 വീണ്ടും 0. ഇപ്പോൾ ഇവിടെ 4700 എന്ന് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടിന്യൂ, ക്യാൻസൽ തുടങ്ങിയ 2 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതിൽ കണ്ടിന്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ഒരു സ്ക്രീൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ക്യാഷ് എടുക്കണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ക്യാൻസൽ ബട്ടണിൽ പ്രസ് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ UPI ആപ്പ് വഴി UPI പിന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്യാഷ് മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാൻസൽ ബട്ടൺ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാഷ് വേണമെന്നാണെങ്കിൽ ആ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ഇതുപോലെ പ്രസ് ചെയ്യുക. ഇപ്പോൾ 4700 രൂപ സ്കാൻ ചെയ്ത് എടുക്കാനുള്ള ഒരു QR കോഡ് ക്രിയേറ്റ് ആയി സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ആ QR കോഡ് സ്കാൻ ചെയ്യുകയാണ്. സ്കാൻ ചെയ്തത് തന്നെ ഫോണിൽ 4700 എന്ന് കാണിക്കുന്നു. ഇനി താഴെയായി കാണുന്ന വിഡ്രോ 4700 ഫ്രം ATM എന്ന ഓപ്ഷൻ ഞാൻ പ്രസ് ചെയ്യുന്നു. അത് പ്രസ് ചെയ്തത് തന്നെ ഇവിടെ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിക്കുന്നു. അപ്പോൾ എൻ്റെ ഗൂഗിൾ പേയുടെ UPI പിന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന ആ എൻ്റർ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഗൂഗിൾ പേയിലൂടെ എൻ്റെ SBI അക്കൗണ്ടിൽ നിന്ന് ആ 4700 മെഷീനിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. ഇപ്പോൾ സ്ക്രീനിൽ പ്രൊസീഡ് ഫോർ ക്യാഷ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ആ ക്യാഷ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ എടുക്കുന്നു. അതുപോലെ റെസിപ്റ്റും സ്വീകരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഹിറ്റാച്ചി ATMൽ സ്ക്രീനിൽ വരുന്ന സംഖ്യകൾ സെലക്ട് ചെയ്തുകൊണ്ടും അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള നിശ്ചിത സംഖ്യ ടൈപ്പ് ചെയ്തുകൊണ്ടും നമ്മുടെ UPI ആപ്പുകൾ വഴി UPI വിഡ്രോവൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.